ഇന്ന് Feb 20 വ്യാഴാഴ്ച ദിവസം. അപ്പം നമുക്കറിയാം ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആണ്. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ക്യാപിറ്റൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടെയാണ് സാധാരണ എക്സ്പയറി ഡേയ്സ്. അതുകൊണ്ട് ഇന്ന് ഓപ്ഷൻ ബയേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യേണ്ട ഒരു ദിവസം കൂടെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പോൾ രാവിലെ ഇപ്പം നിഫ്റ്റിയുടെ ഇന്നലത്തെ ഒരു ക്ലോസിങ് ആദ്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലെ ഓപ്പണിംഗ് സിനാരിയോസ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. നിഫ്റ്റി ഇന്നലെ ഒരു മോർണിംഗിൽ ഓപ്പണിംഗ് തൊട്ട് ഒരു അൾട്രാ ബുള്ളിഷ് ഒരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിക്ക്. കാരണം അത് ബാങ്ക് നിഫ്റ്റിയുടെ അൾട്രാ ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നിഫ്റ്റിയിൽ ഇന്നലെ റിഫ്ലക്ട് ചെയ്തത്. കാരണം ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡലോട് കൂടിയാണ് മുന്നോട്ട് പോയത്. പക്ഷെ എന്നാൽ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതായത് നിഫ്റ്റി കുറെ നേരം ഒരു 15 മിനിറ്റോളം ഒന്ന് പോസ് ചെയ്തിട്ടാണ് മുകളിലോട്ടുള്ള മൂവ്മെന്റ് സംഭവിച്ചത്. അപ്പം ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഭയങ്കര സൂപ്പർ ബുള്ളിഷ് ആയിരുന്നു. പക്ഷെ നിഫ്റ്റി ഇന്നലെ നമ്മൾ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നിഫ്റ്റിയുടെ ഈ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്, അതായത് 22,975 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് പോയിന്റ്, 22,980 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് പോയിന്റ് ഇന്നലെ നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്തു. പക്ഷെ അതിന് മുകളിൽ നിഫ്റ്റിക്ക് ഇന്നലെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് വീണ്ടും അതിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി ഇന്നലെ ആ ഒരു നിഫ്റ്റിയിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു സെയിം റെസിസ്റ്റൻസ് പാറ്റേൺ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്തു. അതായത് ബാങ്ക് നിഫ്റ്റി ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ തന്നെ 2 തവണ ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഈ 49,280 എന്ന് പറഞ്ഞ ലെവലിൽ റെസിസ്റ്റൻസ് എടുത്തായിരുന്നു. ആ ലെവലിൽ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്തു. പക്ഷെ ബാങ്ക് നിഫ്റ്റി വീണ്ടും ഇന്നലെ ആ ലെവല് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തില്ല. അതിന് മുകളിൽ തന്നെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ എൻഡ് ഓഫ് ദി നിന്ന് കാണാൻ പറ്റും, ഇവിടെ നിന്ന് സ്ട്രോങ് അപ്പ് മൂവ്മെന്റ് 2.25 വീണ്ടും വന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ഡേ ഹൈഡ് എടുത്തായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിങ്. പക്ഷെ നിഫ്റ്റിയുടെ ക്ലോസിങ് അങ്ങനല്ല. നിഫ്റ്റിയുടെ ക്ലോസിങ് എന്ന് പറയുന്നത് ഏകദേശം ഇന്നലത്തെ റേഞ്ചിന്റെ ഇതാണ്. ഇന്നലത്തെ റേഞ്ചിന്റെ മിഡ് എന്ന് പറയുന്നത് ഇതാണ്, 22,932. ക്ലോസ് ചെയ്തിരിക്കുന്ന അതിലും താഴെ, അതായത് സ്ലൈറ്റ്ലി ബിയറിഷ് ആണ് ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് നിഫ്റ്റി. അതിന്റെ കാരണം ഇപ്പൊ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഇത്രയ്ക്കും ബുള്ളിഷ് ആയിട്ട് നിഫ്റ്റിക്ക് ഈ ഒരു ബിയറിഷ്നെസ് വരാൻ കാരണമായിട്ടുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്നലെ IT ഇൻഡെക്സ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ IT ഇൻഡെക്സിന് ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, IT ഇൻഡെക്സ് രാവിലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോള് അവിടെ നടന്നു, ഷാർപ്പായിട്ടുള്ള ഫോള് നടന്നു. അവിടെ നിന്ന് റിക്കവറി, ബാങ്ക് നിഫ്റ്റി കാരണം നിഫ്റ്റി റിക്കവർ ചെയ്തപ്പോഴത്തേനും ഒരു ഷാർപ്പ് റിക്കവറി നടന്നു. പക്ഷെ ഓപ്പൺ ക്യാൻഡലിന്റെ ഹൈ വന്നപ്പോഴത്തേനും ഇന്നലെ IT ഇൻഡെക്സ് അവിടെ നിന്ന് വീണ്ടും സെല്ല് നടന്നു. അപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയെ ഇന്നലെ ബാങ്ക് നിഫ്റ്റി അത്ര സൂപ്പർ ബുള്ളിഷ് ആയിട്ടും നിഫ്റ്റിക്ക് ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിനെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ പോയത് ഈ IT ഇൻഡെക്സിന്റെ വീക്ക്നെസ് കൊണ്ടാണ്. അപ്പം നിങ്ങളിപ്പോൾ ഈ IT ഇൻഡെക്സ് നിങ്ങൾ ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് IT ഇൻഡെക്സ് ശരിക്കും പറഞ്ഞാൽ വീക്കാണ്. അപ്പം IT ഇൻഡെക്സ് ഒരു ക്രൂഷ്യലായിട്ട് ഒരു സപ്പോർട്ടിലും കൂടിയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ആണ് അത് ഇന്നലെ ബ്രേക്ക് ചെയ്ത് അതിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് IT ഇൻഡെക്സ്. അതുകൊണ്ട് നിഫ്റ്റിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് മാത്രം പോരാ. കാരണം ഇന്ന് ഇതിന് താഴെ IT ഇൻഡെക്സ് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, എന്നിട്ട് ഇതിന് താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഇന്ന് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാനുള്ള സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇത് മാത്രം കണ്ടുകൊണ്ട്, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ പൊസിഷൻസ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കരുത്. നിങ്ങൾ IT ഇൻഡെക്സും കൂടെ ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യണം. കാരണം IT ഇൻഡെക്സിന്റെ വീക്ക്നെസ് വേണമെങ്കിൽ ചിലപ്പോൾ ഇന്ന് നിഫ്റ്റിയെ ഒരു എക്സ്പയറി ഡേയും കൂടി ആയതുകൊണ്ട് മിക്കവാറും ഇന്ന് നിഫ്റ്റി ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു ലെവലിൽ ഇന്ന് മിക്കവാറും അത് തളച്ചിടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ ഇന്നലത്തെ ഡേ ഹൈ എന്ന് പറയുന്നത്, ഇന്നലത്തെ PDH എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം ആ PDHനും PDCക്കും ഇടയ്ക്കുള്ള ഒരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇൻ കേസ്
ഈ ഒരു 135 പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഉണ്ട് ഇന്നലത്തെ ഡേ ഹൈയും ഇന്നലത്തെ ക്ലോസിങ്ങും തമ്മിൽ. എന്നാൽ ഇന്നലത്തെ ക്ലോസിങ്ങും ഇന്നലത്തെ ഡേ ലോയും തമ്മിൽ 98 100 പോയിന്റിന്റെ ഗ്യാപ്പാണ് ഉള്ളത്. അപ്പം 135 ഗ്യാപ്പ് 135 പോയിന്റ്സിന്റെ ഗ്യാപ്പ് മുകളിലോട്ടും 100 പോയിന്റിന്റെ ഗ്യാപ്പ് താഴോട്ടും. അപ്പം ഇൻ കേസ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ്നെസ് കാരണം ഇന്ന് നിഫ്റ്റി ഇപ്പം ഈ ഒരു PDCക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വേറെ കാര്യങ്ങളുണ്ട്. അതായത് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ട്രെൻഡ് ലൈൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ചിടുക. ഇൻ കേസ് PDCക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്യാതിരിക്കുവാണെങ്കിൽ മാത്രം നിഫ്റ്റിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടോടുകൂടി മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇന്നലെയൊക്കെ ഇവിടെ നിന്നൊക്കെ സിവിയർ ആയിട്ടുള്ള സെല്ലിംഗ് വന്ന ലെവലാണ് നിഫ്റ്റിയിൽ. പ്രത്യേകിച്ചും ഈ ഒരു ലെവലിൽ മൾട്ടിപ്പിൾ സെല്ലിംഗ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതായത് 2 തവണ ഇത് ഷാർപ്പ് സെല്ലിംഗ് ഇവിടെ വന്നു, വീണ്ടും ആ ലെവൽ വന്നപ്പോഴത്തേനും വീണ്ടും സെല്ലിംഗ് വന്നു. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ഹെഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ PDCക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും മുകളിൽ സസ്റ്റൈൻ ചെയ്ത് ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്തെങ്കിൽ പോയെങ്കിൽ മാത്രമേ മുകളിലോട്ട് പോകത്തുള്ളൂ. പിന്നെ ഈ ഒരു PDH ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് ഒരു സിവിയർ റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻ കേസ് PDCക്ക് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ജസ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് ഇന്നലത്തെ ഓപ്പണിങ്ങിലെ ഷാർപ്പ് ബൈങ് നടന്ന ഈ ഒരു ലെവല് സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇന്നലത്തെ PDL. ഇൻ കേസ് നിഫ്റ്റി ഈ ഒരു ലെവലിനും താഴെയാണ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റി വീണ്ടും, അതായത് ഈ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ടുകൾ വീണ്ടും നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ, അതായത് 22,800 താഴെ വല്ലതാണ് നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നിഫ്റ്റി വീണ്ടും ഒരു ബിയറിഷ് ടെറിട്ടറിയിലോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പം നിങ്ങൾക്ക് ഒരു കോൾ സൈഡിലോട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യണമെങ്കിൽ നിഫ്റ്റി ഐദർ ഈ PDCക്ക് മുകളിൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യണം. 22,900 ആ ലെവൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കോൾ സൈഡിലോട്ട് നിങ്ങൾക്ക് ഒരു എൻട്രി നോക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഇതിന് താഴെയാണെങ്കിൽ നിങ്ങൾ ചാടി കയറി ഇവിടെ എൻട്രി എടുക്കരുത്. ഒരു PDL അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ റിവേഴ്സൽ നിങ്ങൾ നോക്കണം. അവിടെ നിന്ന് നിങ്ങൾക്ക് കോൾ സൈഡിലോട്ട് പ്ലാൻ ചെയ്യാം. ഇൻ കേസ് PDL താഴെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ യാതൊരു കാരണവശാലും ഇന്ന് നിങ്ങൾ ഓപ്പണിംഗിൽ എൻട്രി എടുക്കരുത്. കുറെ നേരം ഒരു മണിക്കൂറെങ്കിലും നിഫ്റ്റിയുടെ ട്രെൻഡ്, അതായത് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ റിവേഴ്സ് ചെയ്ത് PDLന് മുകളിൽ കയറി വീണ്ടും ഒരു റീടെസ്റ്റ് PDL എടുത്തിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാത്രമേ നിങ്ങളൊരു കോൾ സൈഡിലോട്ട് എൻട്രി പ്ലാൻ ചെയ്യാവൂ. അപ്പം ഇതാണ് ഇന്നത്തെ ഓപ്പണിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറെ സിനാരിയോസ്. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലെവലുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ട്രേഡിങ്ങിന് ഇരിക്കുമ്പോഴത്തേനും മസ്റ്റായിട്ട് നിങ്ങളുടെ ചാർട്ടിൽ പ്രീവിയസ് ഡേയിലെ ഹൈയും പ്രീവിയസ് ഡേയിലെ ലോയും പിന്നെ തൊട്ട് തലേദിവസത്തെ ക്ലോസിങ് നിങ്ങൾ വാച്ച് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ എപ്പോഴും ഈ ഒരു 1-2 കാര്യങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്ക് തന്നെ കുറെ കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തന്നെ ചാർട്ട് റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കുഴപ്പം പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി ഒബ്സർവ് ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഒരേ തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് തന്നെ മനസ്സിലാവും, ഒരു ട്രെൻഡ് നമുക്ക് പിടികിട്ടും. അതായത് തലേദിവസത്തെ ക്ലോസിങ്ങിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ഓപ്പണിംഗ്, അതോ തലേദിവസത്തെ ക്ലോസിങ്ങിന്റെ ഒരു റിവേഴ്സലാണ് ഇന്നത്തെ ക്ലോസിങ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോ നിഫ്റ്റി നമ്മൾ ഇന്നലത്തെ ക്ലോസിംഗ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിങ്ങിൽ ഷാർപ്പായിട്ടുള്ള റൈസ്, അതിനുശേഷം 10:30 തൊട്ട് വീണ്ടും ഫോള് തുടങ്ങി, പിന്നെ അത് റിക്കവറി ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പം ഇന്ന് നിഫ്റ്റി ഈ ഒരു ക്ലോസിങ്ങിന് താഴെ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അത് താഴോട്ട് പോവുകയാണെങ്കിൽ അതിനർത്ഥം ഇന്നലെ ഈ 10:30 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോൾ, അതായത് ലോവർ ഹൈ പാറ്റേണിലുള്ള ഫോള് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പം എപ്പോഴും ഈ ഒരു ഓപ്പണിങ്ങിലെ ഈ ഒരു ഷാർപ്പ് റൈസിന് ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് PDCക്ക് മുകളിൽ ഓപ്പൺ ചെയ്ത് നിഫ്റ്റി ഈ ഒരു സ്ട്രക്ചർ, അതായത് ഈ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കോൾ സൈഡിലോട്ട് നിഫ്റ്റിക്ക് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ഈ ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക.
നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതായത് നിഫ്റ്റിയുടെ ഓപ്പണിങ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ലെവലുകൾ, അതായത് ഡേ ഹൈ, ഡേ ലോയ്, പി ഡി സി, ഈ പി ഡി സിക്കും പി ഡി എച്ചിനും ഇടയ്ക്ക് ഓപ്പൺ ചെയ്താൽ, അല്ലെങ്കിൽ പി ഡി സിക്കും പി ഡി എല്ലിനും ഇടയ്ക്ക് ഓപ്പൺ ചെയ്താൽ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ള നിങ്ങൾ കുറെ ദിവസങ്ങൾ നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇന്നത്തെ ദിവസം മാർക്കറ്റിന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ സെറ്റപ്പുകൾ വെച്ചിട്ട് മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. കൃത്യമായിട്ട് നിങ്ങൾ സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. മെന്റൽ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും കീപ്പ് ചെയ്ത് തുടക്കക്കാരോ അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ബിൽഡേഴ്സ് ട്രേഡ് ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈൻഡിൽ ഒരു എസ് എൽ ഒക്കെ കാണും, പക്ഷെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കവർ ചെയ്തില്ല. കാരണം വെച്ചാൽ നമ്മൾ പിന്നെ റിക്കവർ ചെയ്യട്ടെ നമ്മൾ ഇരിക്കും. ഒരിക്കലും ഈ ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ലോസ് ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ റിക്കവറി മോഡിലോട്ട് നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ആകുന്നത്. നമ്മുടെ മെന്റൽ സ്ട്രെസ്സിലാണെങ്കിൽ പോലും അത് എത്തിക്കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്തേക്കണം. അത് കഴിഞ്ഞ് തിരിച്ചു കയറുവാണെങ്കിൽ അവിടെ നിന്ന് രണ്ടാമത് മേടിക്കാമല്ലോ. നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ലോസ് മേക്കിംഗ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് എൻഡ് ഓഫ് ദി ഡേയിൽ നമുക്ക് പ്രോഫിറ്റിൽ ലോസ് ചെയ്യാൻ പറ്റാത്തത്. മാർക്കറ്റിൽ ഒരു അവസരം നമുക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വീണ്ടും ഒരു 2 അവസരമെങ്കിലും മാർക്കറ്റ് വീണ്ടും നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾ പേഷ്യൻസ് ആയിട്ട് നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ സപ്പോർട്ട് ലെവൽ എത്തുന്നതിന് വരെ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും ഒരു റെസിസ്റ്റൻസിലോട്ട് എത്തുന്നതിനും വരെ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്.